ഇന്ന് 2025 ജനുവരി നമ്മളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തീരാ നഷ്ടമാണ് നമ്മൾക്കുണ്ടായിട്ടുള്ളത്. നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ഒരുപാട് വർഷം മുമ്പേ കയറിയിട്ടുള്ള കേരളത്തിൻ്റെ മഹാഗായകരിൽ ഒരാളാണ് ശ്രീ പി ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിന് തീരാ നഷ്ടമായിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ഗായകനെ നമ്മൾക്ക് ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള ഗായകരെ, പ്രത്യേകിച്ച് സംഗീതം പഠിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് സംഗീതം പഠിക്കാതെ തന്നെ ആ തരത്തിലൊരു നിലവാരത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നത് ഒരു മഹത്തായ കഴിവിൻ്റെ ഉടമ എന്നുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളൊന്നും പാടുമ്പോൾ അത്തരത്തിലെത്താത്തത്? അത് പറയുമ്പോ മുന്നിലിരുന്ന് ചിരിക്കുകയാണ്. നിങ്ങൾ ചിരിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ചിന്തിക്കണം. എല്ലാ ഗാനമേളകളിലും നമ്മൾ കാണുന്ന ചില പാട്ടുകളുണ്ട്, പാടിയവർക്കും തിരിയില്ല, കേട്ടവർക്കും തിരിയില്ല. എന്നാൽ ഇവരെല്ലാം പാടി വെച്ചിട്ടുള്ള ഈ പാട്ടുകൾ വരികളും അക്ഷരങ്ങളും എണ്ണി എണ്ണി പെറുക്കി പറയുന്ന, പെറുക്കി പാടുന്ന തരത്തിലുള്ള, ഇനി നാളെ ഞാൻ പെറുക്കി പാടി എന്ന് പറഞ്ഞതിന് വിവാദമായിട്ട് വരട്ടെ, അത് നിങ്ങൾ വളച്ചൊടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആദ്യം പറയുന്നത്. പെറുക്കിപ്പാടുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എടുത്തെടുത്ത് പറയുന്നതിനെയാണ് പെറുക്കിപ്പാടുക എന്ന് പറയുന്നത്. അത് ഞങ്ങൾ കണ്ണൂരുകാർക്ക് അങ്ങനെയാണ്.